കേരള സർവകലാശാല യുവജനോത്സവത്തിലെ കോഴ ആരോപണത്തിൽ CPM നേതൃത്വത്തിന് SFI കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പരാതി. അക്ഷയയാണ് പരാതി നൽകിയത്. 5 ലക്ഷം രൂപ തനിക്കും വാഗ്ദാനം ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, വിവരങ്ങൾ. രോഹിണി, കേരള സർവകലാശാല യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ, കോഴ ആരോപണമൊക്കെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ SFI തന്നെ ഇതിനകത്ത് പരാതിയുമായി എത്തിക്കുന്നത്. അതായത് SFIക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റുമായ അക്ഷയാണ് CPM സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോൾ കേരള സർവകലാശാലയുടെ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം യുവജനോത്സവത്തിന്റെ പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനർ കൂടിയായിരുന്നു. അതായത് പ്രധാനമായും ഇയാളുടെ ചുമതല ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് വിധികർത്താക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുക, വിധികർത്താക്കളുടെ ചുമതലയായിരുന്നു ഈ പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനർ എന്ന നിലയ്ക്ക് അക്ഷയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അക്ഷയുടെ ഫോണിലേക്ക് ഇത്തരത്തിൽ 5 ലക്ഷം രൂപ നൽകാമെന്ന് കാണിച്ച് തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരു മുൻ SFIയുടെ ജില്ലാ ഭാരവാഹി മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. 5 ലക്ഷം രൂപ നൽകുന്നത് വിധികർത്താക്കളെ സ്വാധീനിക്കാനാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും പരാതി നൽകിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, SFIക്കുള്ളിൽ തന്നെ ഇതിന്റെ തർക്കവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതി CPM സംസ്ഥാന നേതൃത്വത്തിനൊക്കെ ലഭിക്കുന്നുണ്ട്. കേരള സർവകലാശാല യൂണിയൻ ചെയർമാൻ വിജയ്, SFI വഞ്ചിയൂർ ഏരിയ പ്രസിഡന്റ് രേവന്ത് എന്നിവർ പരാതി നൽകിയിട്ടുണ്ട്. പാളയം ഏരിയ സെക്രട്ടറി സീജിത്തിനും ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കുമെതിരെയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. കലോത്സവം അലങ്കോലപ്പെടുത്താൻ SFIയിലെ ഒരു കൂട്ടർ ശ്രമിച്ചു എന്ന തരത്തിൽ ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചത് ABVPയും KSUവുമാണ് ഇത്തരത്തിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാക്കിയത്, കലോത്സവം നടക്കാതെ പോകണം എന്ന നിലയ്ക്ക് അവർ പെരുമാറുകയായിരുന്നു എന്നായിരുന്നു MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പക്ഷെ അത് അല്ല, വാസ്തവത്തിൽ SFIക്കുള്ളിൽ തന്നെ തർക്കം നിലനിൽക്കുന്നുവെന്നും ഈ തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തുകയും അവിടെ മാർഗംകളി ഉൾപ്പെടെയുള്ളവ നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കും എത്തി എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും SFIക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നു. അതിൽ വ്യാപക പരാതികൾ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വിധികർത്താവിന്റെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. തുടരന്വേഷണമൊക്കെ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നറിയാൻ സാധിക്കുന്നുണ്ടോ? അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം പോലീസ് തീരുമാനിച്ചിരുന്നു. ഫോൺ കേന്ദ്രീകരിച്ച് ആത്മഹത്യ ചെയ്ത ഷാജിയുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയുടെ ഫലം വരാൻ വൈകും. അത് കൂടി വന്നതിന് ശേഷമാകും പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. മാത്രമല്ല, ഈ ഷാജിക്ക് വന്ന വാട്സപ്പ് സന്ദേശങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൽ ഈ സന്ദേശം തുറന്നതിന് ശേഷം ഡിലീറ്റായി പോകുന്ന തരത്തിലായിരുന്നു മെസ്സേജുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിലീറ്റായി പോയ മെസ്സേജുകൾ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമം, അത് കമ്പനിയുമായി ബന്ധപ്പെട്ട് ആ മെസ്സേജുകൾ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കോൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഷാജിയുടെ ഫോൺ മറ്റാരെങ്കിലും കൈകാര്യം ചെയ്തിരുന്നോ എന്ന തരത്തിലേക്കുള്ള പരിശോധനയെല്ലാം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ SFI തന്നെ ഇത്തരത്തിലൊരു പരാതിയുമായി സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ച സാഹചര്യത്തിൽ ഷാജി എന്ന വിധികർത്താവിന്റെ ഫോൺ പരിശോധനയിലോ അദ്ദേഹത്തിന്റെ മെസ്സേജുകളിലോ ഒതുങ്ങുന്ന കാര്യമല്ല. ഇത് വ്യാപകമായ തരത്തിലുള്ള ആരോപണങ്ങളും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നത് വസ്തുതയാണ്. അപ്പോൾ ഒരു സമഗ്രമായ അന്വേഷണം പോലീസ് ഇതിൽ നടത്തേണ്ടിയിരിക്കുന്നു. അതിൽ മുൻ SFIയുടെ ജില്ലാ ഭാരവാഹി തന്നെ ഒരു ഇപ്പോൾ നിലവിലെ ഭാരവാഹിക്ക് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ SFI പ്രവർത്തകന് ഇത്തരത്തിൽ 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഇതിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഒരു സമഗ്രമായ അന്വേഷണത്തിന് പോലീസ് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, സർവകലാശാലയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. ഈ കോളേജിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് 2 ഉപസമിതികളെ നിയോഗിച്ചിട്ടുണ്ട്. 2 ഉപസമിതികളും ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല നടപടികളിലേക്ക് കിടക്കും. പക്ഷേ ഗവർണർ ഈ VCയോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തേടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഗവർണർ മടങ്ങിയെത്തിയ ശേഷം അത്തരത്തിലുള്ള നടപടികളിലേക്കും ഉണ്ടാകും. എന്തായാലും പോലീസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഫോൺ രേഖകൾ, വിധികർത്താവായ ഷാജിയുടെ ഫോൺ രേഖകൾ മാത്രമല്ല, ഈ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്ന വ്യക്തികളിലേക്കും അങ്ങനെയെങ്കിൽ ഈ SFI നേതാക്കളിലേക്കും ഒക്കെ അന്വേഷണം വ്യാപിപ്പിച്ചാലേ ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചുരുൾ അഴിയുകയുള്ളൂ എന്ന് വ്യക്തമാണ്. രോഹിണി, പക്ഷേ ചന്തു, അതോടൊപ്പം നമുക്കറിയാം SFIയെയും ഈ കോഴ ആരോപണത്തെയും ഒക്കെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ CPM നിലപാട് ഇവിടെ രാഷ്ട്രീയമായി തന്നെ വ്യക്തമാവുകയുമാണ്. തീർച്ചയായിട്ടും
സംരക്ഷണം SFIക്ക് നേരത്തെ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. SFIക്കെതിരെ പക്ഷേ വ്യാപകമായ പരാതി SFIയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി LDFിനുള്ളിൽ CPMനുള്ളിൽ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു അതൃപ്തി നിലനിൽക്കുമ്പോഴും SFIയെ സംരക്ഷിക്കുന്ന ഒരു സമീപനം CPM സ്വീകരിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് SFIയുടെ പ്രവർത്തനങ്ങൾ CPMനെയും സർക്കാരിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന കാര്യം പാർട്ടിക്ക് തന്നെ വിലയിരുത്തുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ മുതിർന്ന നേതാക്കൾ തന്നെ പാർട്ടിയിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. LDF ഘടകകക്ഷികൾ SFIയെ നിയന്ത്രിക്കണമെന്ന ആവശ്യം LDFിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരും CPMും SFIയെ സംരക്ഷിക്കുന്ന സമീപനം പുലർത്തിയാണ്. നേരത്തെ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതിനുശേഷമുണ്ടായ യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവങ്ങളും ഒരു വിധികർത്താവിന്റെ ആത്മഹത്യയും ഒക്കെ അത് സ്വാഭാവികമായും SFIയെ പ്രതിക്കൂട്ടിലാക്കുന്ന SFIക്കാർ തന്നെ പരസ്പരം ചേരിതിരിഞ്ഞ് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന തലത്തിലേക്കൊക്കെ പോയതാണ് വ്യക്തമാകുമ്പോഴും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട CPM സംസ്ഥാന സെക്രട്ടറി അത് ABVPയും KSUവും ചേർന്ന് ഇത്തരത്തിലുള്ള അക്രമം അവിടെ സൃഷ്ടിച്ചതാണെന്നും കലോത്സവം നടത്തിക്കൊണ്ട് പോകാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണെന്നും വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത്. SFIയെ സംരക്ഷിക്കുന്ന സമീപനം ആദ്യഘട്ടം മുതൽ പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും CPMും സർക്കാരും ഒക്കെ തുടരുകയാണ്. ശരി, ചന്തു ചന്ദ്രശേഖറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.